രാജ്യവും ലോകമാകെയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ്. ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRFൽ നിന്ന് 4 ലക്ഷം, CMDRFൽ നിന്ന് 2 ലക്ഷം വീതമാണ് നൽകിയത്. ഇതിനായി SDRFൽ നിന്ന് 5,24 ലക്ഷം രൂപയും CMDRFൽ നിന്ന് 2,62 ലക്ഷം രൂപയും ചെലവഴിച്ചു. മരണപ്പെട്ട 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്ക് 17,16,000 രൂപ സഹായമായി നൽകി. ഈ 17,16,000-ൽ 4,16,000 രൂപ SDRFൽ നിന്നുള്ളതാണ്. ബാക്കി 13 ലക്ഷം CMDRFൽ നിന്നുമാണ് അനുവദിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി SDRFൽ നിന്ന് 43,200 രൂപയും CMDRFൽ നിന്ന് 4 ലക്ഷം രൂപയും വീതം അനുവദിച്ചു. ആകെ 4,43,200 രൂപ ഈ ഇനത്തിന് ചെലവഴിച്ചു. ദുരന്തബാധിതരായ 1,013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകുകയുണ്ടായി. SDRFൽ നിന്ന് 5,000 രൂപ, CMDRFൽ നിന്ന് 5,000 രൂപ. ഇങ്ങനെയാണത് നൽകിയത്. 1,01,30,000 രൂപ ഇതിനായി ചെലവഴിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിലെ 1,694 പേർക്ക് ഉപജീവന സഹായമായി ദിവസം 300 രൂപ വീതം നൽകി. 30 ദിവസത്തേക്ക് 1,52,46,000 രൂപ ഈ ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ 33 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി 2,97,000 രൂപ നൽകി. 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക 6,000 രൂപ വീതം നൽകി. ആദ്യ മാസ വാടക ഇതുവരെ ഈ ഇനത്തിൽ 24,95,800 രൂപ ചെലവഴിച്ചു. വ്യത്യസ്ത ദിവസങ്ങളിൽ വാടക വീടുകളിലേക്ക് ആളുകൾ മാറിയിരുന്നു. അതുകൊണ്ട് ആദ്യ മാസത്തിൽ ദിവസം 200 രൂപ എന്ന കണക്കിനാണ് വാടക നൽകിയത്. 6,000 രൂപയാണ് മാസത്തിൽ വരികയെങ്കിലും ആദ്യത്തെ ആ മാസം മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ആ ദിവസം കണക്കാക്കി 200 രൂപ വീതമുള്ള വാടകയാണ് നൽകിയത്. 649 കുടുംബങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകി. ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ 794 കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനും കഴിഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ
സർക്കാർ LP സ്കൂളും വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു. ദുരന്ത മേഖലയിലെ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിച്ചു. ദുരന്തത്തിൻ്റെ 50-ാം ദിവസം തേയിലത്തോട്ടങ്ങളിൽ ജോലി പുനരാരംഭിച്ചു. 4 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി തുടക്കം മുതൽ ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഒരു മന്ത്രി മുഴുവൻ സമയവും 50-ാം ദിവസം വരെ അവിടെ മേൽനോട്ടം വഹിച്ചുണ്ടായി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്ക് ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയുമുണ്ടായി. ആ പിന്തുണ എന്തോ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത്. ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും, ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ്. ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്, ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. തങ്ങളുടെ വിശ്വാസ്യതർക്ക് മാത്രമല്ല, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല. ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അത്രത്തോളം നല്ലത് തന്നെ. ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത്. യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക, ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം. എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത്. അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.